ഹായ് ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമുക്കൊരു 3 വലിയ സവാള എടുത്തിട്ട് ഇതുപോലെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞു വെക്കണം. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില വേണം, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം, ഒരു 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തത് വേണം. പിന്നെ നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് കേട്ടോ പനിക്കൂർക്കയുടെ ഇല. നല്ല പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് കഴുകി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും പനിക്കൂർക്ക ഇല എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സവാളയിലേക്ക് കുറച്ച് ഉപ്പൊന്നിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കണേ. അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ സൗണ്ട് മാത്രമേ എൻ്റെ ഉള്ളൂ കേട്ടോ. ഇത് എൻ്റെ കിച്ചൺ സ്പെഷ്യൽ പലഹാരമാണ്. അപ്പോൾ ഇതേ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ആ സവാളയുടെ നീരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരണം. അങ്ങനെ ചേട്ടൻ നമ്മുടെ സവാളയെ ഇങ്ങനെ നല്ല പിഴിഞ്ഞ് എൻ്റെ നീരൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല തിരുമ്മി വെച്ചിരിക്കുന്ന ഈ ഒരു സവാളയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില കുറച്ചൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അവയെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പിന്നെ നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ പനിക്കൂർക്ക ഇല. അപ്പം ഒരിക്കലും ഈ ഒരു പനിക്കൂർക്ക ഇല മിസ് ചെയ്യല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകം വേണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ കൈയൊക്കെ പുകച്ചിലുള്ളവരാണെങ്കിലുണ്ടല്ലോ സ്പൂൺ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ 1 കപ്പ് കടലമാവാണേ. ആ കടലമാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 പുഴുങ്ങിയ മുട്ടയാണ്. ആ പുഴുങ്ങിയ മുട്ട നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ഹെൽത്തി ആണല്ലോ പനിക്കൂർക്കയില. അത് അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല, എന്നാൽ അതിൽ ഉള്ളിൽ ആയിട്ടുണ്ട് താനും. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്സ് പിള്ളേർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതേ അംഗൻവാടി വിട്ടിട്ട് ഒരാൾ ഇവിടെ വന്ന് കാവൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ കടലമാവൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ കടലമാവൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവണമല്ലോ. അപ്പം നമ്മൾ ആദ്യം സവാളയും ഉപ്പും തിരുമിയിട്ടുള്ള ആ വെള്ളം മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മുടെ ഈ കടലമാവൊക്കെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് മിക്സായി നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കിയെടുക്കണം. അത്രയും നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ദേ നമ്മുടെ കടലമാവും മുട്ടയും എല്ലാം കൂടിയിട്ട് കുഴച്ച് ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് കയ്യിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയൊരു പരുവം. ദേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ഇനി കുറച്ച് എണ്ണ എടുത്തൊന്ന് കയ്യിലോട്ട് തടവിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നീളത്തിലോ പരത്തിയോ സ്ക്വയറിലോ ഹാർട്ട് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒരു ഹേർട്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഫോട്ടോയ്ക്ക് അത്ര സുഖമായില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം റൗണ്ടിൽ അങ്ങ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുത്തോളൂ. അപ്പോൾ ദേ നമ്മളിവിടെ പരിപ്പ് വടക്കൊക്കെ പരത്തിയെടുക്കണത് പോലെ ഇങ്ങനെ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ 1 ആയി, 2 ആയി, 3 ആയി. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കാം. ദേ ഇവിടെ കുറച്ച് ഒരു ട്രിപ്പിനുള്ളതായിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം അങ്ങോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റൗ കത്തിച്ച് അതിന് മുകളിൽ ഒരു പാൻ വെച്ചു. പാനിലേക്ക് നമുക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞും പോകും, ഉള്ളു വെന്തും കിട്ടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ദേ എണ്ണയിൽ കിടന്ന് നല്ല തിളച്ച് ഒരു സൈഡായിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ 2 സൈഡും നല്ല മൊരിഞ്ഞ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റിയാക്കി. ഇനി എണ്ണയിൽ കിടന്നിട്ടുണ്ട്, ഇതിൻ്റെ കളറൊക്കെ മാറി ആകെ ഒരു രസമെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദേ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് നമ്മുടെ സ്നാക്സ് ഇവിടെ എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഒരു അടിപൊളി സ്നാക്സാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലൻ സ്നാക്സ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടലമാവും പനിക്കൂർക്കയുടെ ഇലയും മുട്ടയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിള്ളേർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അതുപോലെ വലിയവർക്കും. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.